ആ സ്വർണ്ണപ്പാളി കേസ് അന്വേഷണം ഇത്രത്തോളം എത്തിയതിന് ഞാൻ കേരള ഹൈക്കോടതിയോടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കില്ലായിരുന്നു. ശ്രീമാൻ പിണറായി വിജയൻ്റെ പോലീസാണ് അന്വേഷിച്ചെങ്കിൽ കേസ് എവിടെ എത്തില്ലായിരുന്നു. ഇപ്പോൾ ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ പല നേതാക്കന്മാരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുക മാത്രമല്ല, ചിലരൊക്കെ തന്നെ ഇരുമ്പഴിക്കുള്ളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരള ഹൈക്കോടതിയോടാണ് നന്ദി പറയേണ്ടത്. ഈ ഘടകം ഇവരെ ആരെയും പുറത്താക്കിയിട്ടില്ല, പാർട്ടി ഇവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ ആരോപണം വന്നപ്പോൾ നടപടി സി പി എമ്മിന് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാനൊന്നും അർഹതയില്ല. കാരണം ആ ധാർമ്മികതയുടെ ആ പിൻബലം എന്നോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു പാർട്ടിയായിട്ട് മാത്രം ഒരു കൂട്ടം അവസര സേവകന്മാരുടെ മാത്രം ഒരു സംഘമായിട്ടിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ ചോദ്യം ചെയ്ത് SIT വിട്ടയച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കടകംപള്ളിയുടെ ഒരു പങ്ക് ഇതിൽ ഏത് രീതിയിലാണ് സംശയിക്കുന്നത്? ഉണ്ടോ, എങ്ങനെ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നുണ്ടോ? കടകംപള്ളി തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ മന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിച്ച് മതിയാവുകയുള്ളൂ. ഈ അന്വേഷണത്തിലത് പുറത്തു വരും തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ SIT അന്വേഷണം SIT അന്വേഷണം ഇതുവരെ ശരിയായ ദിശയിലൂടെയാണ് പോയത്. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ കേരള ഹൈക്കോടതി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അത് നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു വലിയ പരിധിവരെ നമുക്ക് ഈ കാര്യത്തിൽ ആശ്വാസമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തലമുറ മാറ്റം എന്ന രീതിയിലാണ് പറയുന്നത്. പൂർണ്ണമായും തലമുറ മാറ്റത്തിലേക്ക് പോകണോ, അതോ നിലവിലുള്ള മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാട്, ഒന്ന് ഈ പറയുന്ന സീനിയേഴ്സ് മുതിർന്നവരെയും അതുപോലെ തന്നെ യുവാക്കന്മാരെയൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് എല്ലാ കാലത്തും. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, ആ സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും ഒരു മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുക. പിന്നെ യുവാക്കന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ അവശ്യ ദുർബല ജനവിഭാഗത്തിനൊക്കെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഞാൻ KPCC അധ്യക്ഷനായ സമയത്താണ് ഏതാണ്ട് 46ഓളം യുവാക്കന്മാർക്ക്, അതുതന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് പാലിച്ചുകൊണ്ട് യുവതികൾക്കും യുവാക്കന്മാർക്കും ഒക്കെ തന്നെ അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് കഴിഞ്ഞ തവണ പുറത്തു വന്നു. അതുപോലുള്ള ലിസ്റ്റ് തന്നെയാണ് ഈ തവണ ഉണ്ടാകുക. അർഹതയുള്ള, നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പ്രതിബദ്ധതയുള്ള കോൺഗ്രസ്സുകാരെ, യുവാക്കന്മാരെ, യുവതികളെ അവരെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഒരു നല്ല ലിസ്റ്റ് പുറപ്പെടുവിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് പാളിപ്പോയിരുന്നു. ഈ 95ലധികം സീറ്റിൽ മത്സരിച്ച് 21 പേരെ ജയിച്ചിട്ടുള്ളൂ. പാളിപ്പോയിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റ്. തീർച്ചയായിട്ടും അത് പല കാരണങ്ങളുണ്ട്. അത് ലിസ്റ്റിൻ്റെ മാത്രം തകരാറില്ല. അത് പലപ്പോഴും കോൺഗ്രസ്സിലെ അന്നത്തെ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് വടംവലി, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അവർ കാണിച്ച അനവധാനത തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പ്രേരകമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 2016 വീണ്ടും രണ്ടാം തവണ അധികാരത്തിൽ വന്ന തന്നെ അതൊരു ചരിത്രത്തിൻ്റെ കൈത്തെറ്റ് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരു വലിയ പരിധിയോളം കോൺഗ്രസിലെ വീഴ്ച കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. അല്ലെങ്കിൽ ജനങ്ങൾ അന്നും ശ്രീമാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് അങ്ങേയറ്റം എതിരായിരുന്നു, എന്തെന്നില്ലാത്ത അമർഷത്തിലായിരുന്നു ജനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുണ്ടായിട്ടുള്ള അന്തർസംഘർഷം ഒരു വലിയ അളവോളം അതുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യത്തോടു കൂടി നിന്നാൽ മികച്ച ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് കോൺഗ്രസിനുള്ളത്.